Welcome back again, Travel Meet. Guys, I am in the car. We travel videos. Channel videos in future videos on channel video YouTube comment box You were the Arkan ചോദ്യങ്ങളൊക്കെ ചാനലിൽ കുറേ ആൾക്കാർ നേരിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 3 വർഷമായിട്ട് ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടില്ല. ഇട്ടിരുന്നെങ്കിൽ ഇപ്പം ചാനലിൽ ഇപ്പോൾ ഏകദേശം 4,000 ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 4,500 ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ചാനലുള്ളൂ. അതൊന്നും അതിൽ കൂടുതൽ പോകുമായിരുന്നു കണ്ടിന്യൂസ് വീഡിയോ. കാരണം വെച്ചാൽ വീഡിയോ ഇടാത്തതിനുള്ള കാരണം ഞാനിവിടെ ഉണ്ടാവില്ല, സൗദിയിലായിരിക്കും മിക്ക സമയത്ത്. അവിടെ ഡ്യൂട്ടിയും കാര്യങ്ങളും നാട്ടിൽ വരുന്ന സമയത്താണ് ഇടല്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം സൗദി ജോലി കുറച്ച് കാലത്തേക്ക് നിർത്തിവെച്ചിട്ട് വന്നതാണ്. ഇനി ചാനൽ വീഡിയോസൊക്കെ ഇട്ട് ട്രാവൽ ചെയ്യാന്നുള്ളൊരു ഐഡിയയിലാണ് വരുന്നിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വരുമാനത്തിനെ കുറിച്ച് നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് 4000 വാച്ച് അവർ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ 4000 മണിക്കൂർ ആൾക്കാർ കാണണം. അപ്പോൾ തന്നെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം. ഈ 2 സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മളെ ചാനൽ അവർ മോണിറ്റൈസേഷൻ ചെയ്തു തരും. അതായത് വരുമാനത്തിനുള്ള ഒരു എന്താ പറയുക ഒരു ഇത് ഓപ്പൺ ആക്കി തരും. അപ്പോൾ അതിനുശേഷം നമ്മൾ വീഡിയോ ഇടുമ്പം അതിനുശേഷം നമ്മൾ ഓരോ ദിവസം വീഡിയോ ഇടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആൾക്കാർ വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാവും. കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. ഈ 3 ആപ്ലിക്കേഷനിലും, അതായത് ഈ 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അത്യാവശ്യം ഏർണിങ്സ് കിട്ടും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് യൂട്യൂബ്. അപ്പോൾ ഞാൻ ചാനലിൽ വീഡിയോ ഇട്ട് ഏകദേശം ഒരു 8-9 വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ അത്യാവശ്യം നല്ല വൈറലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വീഡിയോ അത്യാവശ്യം വൈറലായിട്ട് എനിക്ക് ആ ഒരു വീഡിയോൻ്റെ മുകളിലാണ് എൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കടന്നിട്ടുള്ളത്. അതായത് 4000 വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ കടന്നു പോയിട്ടുള്ളത്. സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിന് ശേഷം, ഇത്രയും വാച്ച് അവർ സബ്സ്ക്രൈബേഴ്സും കിട്ടിയതിന് ശേഷം നമ്മളിടുന്ന വീഡിയോസിന് ആൾക്കാർ കാണുന്നതിനനുസരിച്ചിട്ട്, ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു 7 വീഡിയോൻ്റെ 8 വീഡിയോൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ആൾക്കാർ കാണുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വരുമാനം വരും, നമ്മളെ ഏർണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ട്രാവൽ വ്ളോഗിൻ്റെ വീഡിയോ, അതായത് ചാനലായതുകൊണ്ട് തന്നെ മാക്സിമം എത്ര വെട്ടി ചുരുക്കിയാൽ ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് ഈ ഒരു ഗ്യാപ്പിലായിരിക്കും നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരിക. 30 മിനിറ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആഡ് വരുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഒരു വർഷത്തോളമായി. അപ്പോൾ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ഇടാത്തത് കൊണ്ട് തന്നെ എനിക്ക് 2 വട്ടമാണ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അതായത് $100 ആകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നിശ്ചിത ടൈമിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരും. അപ്പോൾ $100 എത്രയാണോ നമ്മളെ ഇന്ത്യൻ മണി വരുന്നത്, അപ്പോൾ അത് ബാങ്കിലേക്ക് നേരിട്ടിട്ടാണ് വരിക. നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് നേരിട്ടിട്ട് വരും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര എന്താ പറയുക, ഒരുപാട് കടമ്പകളുള്ള പരിപാടിയാണ്. നമ്മൾ തുടങ്ങുന്ന ചാനലിൻ്റെ ഒരു കാറ്റഗറി വെച്ചിരിക്കും. ട്രാവൽ വ്ളോഗൊക്കെ ആണെങ്കിൽ മാക്സിമം ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് എത്ര വെട്ടിച്ചുരുക്കിയാലും നമുക്കൊരു 20-25 മിനിറ്റിൻ്റെ വീഡിയോസേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ വൈറലായി, ഒരു 10 വീഡിയോ 15 വീഡിയോ, ചിലപ്പോൾ 30, 40, 50 വീഡിയോ ഇട്ടതിന് ശേഷം ഒരു വീഡിയോ വൈറലാകും. ആ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്നും വരുമാനം വന്നു കൊടുക്കും. അപ്പോൾ എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് ചാനലിൽ കയറിയാൽ കാണാൻ മറ്റൊരു മൈസൂർ വീഡിയോ ഉണ്ട്. ആ ഒരു മൈസൂർ വീഡിയോയിൽ ഏകദേശം 5 ലക്ഷത്തിൻ്റെ അടുത്ത് വ്യൂസ് വന്നിട്ടുണ്ട്. ആ ഒരു ചാനലിൽ ഇതിൽ വെച്ചിട്ട് എനിക്ക് $200 കണക്കാണ് വരുന്നത്. $200 എനിക്ക് എന്താ പറയുക, ആ ഒരു വീഡിയോയിലും ബാക്കി എൻ്റെ വീഡിയോസൊക്കെ വളരെ കുറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ആ 2 വീഡിയോസും കണ്ടിട്ട് ഇത്രയും വരുമാനം എനിക്ക് വന്നിട്ടുണ്ട്. ഏകദേശം എന്താ പറയുക 16,000 രൂപ വെച്ചാൽ അതിൽ കൂടുതലുണ്ടാവും. അത്രയും പൈസ വെച്ച് 2 വരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 16,000 രൂപ അടുത്ത ട്രാവലിന് വേണ്ടി ഉപയോഗിക്കാറില്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരുപാട് ഫണ്ട് വേണം, ചെറിയ ചില്ലറ പൈസ പോരാ. ഇപ്പോൾ ഞാൻ ബൈക്കിലാണ് പോകുന്നതെങ്കിൽ ബൈക്കിൻ്റെ ഒരു മെയിൻ്റെനൻസ്, പിന്നെ ബാക്കി കാര്യങ്ങൾ, എണ്ണ, ഫുഡ് ഒക്കെ ആയിട്ട് നമുക്ക് നല്ല ചിലവ് വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടുകയാണെങ്കിൽ കൂടുതൽ യാത്രകൾ ചെയ്യാനും നമുക്ക് പറ്റും. നമ്മളിടുന്ന യൂട്യൂബിൽ വീഡിയോസിൻ്റെ വ്യൂസിനനുസരിച്ചിട്ടല്ല നമുക്ക് വരുമാനം വരുന്നത്.
ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിടുന്ന വീഡിയോസിന് വ്യൂസ് കണ്ടിന്യൂസ് ആൾക്ക്, അതായത് ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ആ 10 മിനിറ്റ് കണ്ടാൽ അതിൻ്റെ ആഡിനനുസരിച്ചിട്ട് ചിലപ്പം ചില ആൾക്കാർക്ക് ആഡ് പോക്കുണ്ടാവില്ല, ആഡില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ആഡിനനുസരിച്ച് ഇപ്പോൾ 1,00,000 വ്യൂസൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു $10-15 ആ ഒരു ലെവലിലായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് ചാനൽ. ചിലപ്പം അത്യാവശ്യം, അതായത് ഒരു 20 മിനിറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു 25 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ ചിലപ്പോൾ 4-5 ആഡ് വരുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം വ്യൂസ് ചിലപ്പോൾ 2 ലക്ഷം ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ 10 ലക്ഷം ഉള്ള ആൾക്കാർക്ക് ചെറിയ പൈസ എന്താ പറയുക ആഡ് വരുന്നുണ്ട്. അപ്പോൾ അത് യൂട്യൂബിൻ്റെ അവരുടെ ക്രൈറ്റീരിയ, ആ ഒരു പോളിസി അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അവർ തീരുമാനിക്കുന്ന ആഡ് കൊടുത്ത് അതിനനുസരിച്ചിട്ടാണ് വരുമാനം വരുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2 പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് ചാനലിൽ. 2 പേയ്മെൻറ്റ് ചാനൽ വന്ന്, അതുപോലെ തന്നെ ആ പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇത്ര തന്നെയാണ്. ഇനി കൂടുതലും വീഡിയോസ് ഇടണം. നാളെ മുതൽ, അടുത്ത ദിവസങ്ങൾ മുതൽ, ഇപ്പം നാളെ ഞാൻ ഒരു കൊടൈക്കനാൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 3 ദിവസത്തെ വയനാട്ടിൽ നിന്ന് നേരെ കൊടൈക്കനാൽ പ്ലാൻ ചെയ്തിട്ട് കറങ്ങി തിരിച്ച് നമ്മളെ എന്താ പറയുക മൂന്നാർ വഴി തിരിച്ചു വരാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പം അത് ആ വീഡിയോസൊക്കെ ഇട്ട് ഡെയിലി കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് റീച്ചായി അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും ഡെയിലി വീഡിയോസിന് നമുക്കൊരു പ്രേക്ഷകരുണ്ട് എങ്കിൽ നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. ഏറ്റവും ഗുഡ് പ്ലാറ്റ്ഫോമാണ്. ഇതിപ്പോൾ തുടങ്ങാൻ ഇപ്പോൾ ആർക്കും ഒന്നും വേണ്ട. നമുക്കൊരു ഐഡിയയും ഇപ്പം ഏതാണോ നമ്മളെ കാറ്റഗറി, ഇപ്പോൾ ചിലവർക്ക് ഫുഡ് ഉണ്ടാക്കാനും ഫുഡിൻ്റെ വീഡിയോസ് ചെയ്യാനായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ഒരു കാറ്റഗറിയിൽ ചാനൽ തുടങ്ങിയാൽ മതി. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇനിയിപ്പോൾ ടെക് പരമായിട്ടുള്ള ആൾക്കാർക്ക്, അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ടീച്ചിങ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ചിലവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇഷ്ടം പോലെ ചാനലുണ്ട്. അപ്പം നമ്മളെ ഐഡിയ അനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ഡെയിലി ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ഒരു ഫുഡ് വ്ളോഗും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫുഡ് വ്ളോഗല്ല, ഫുഡ് കുക്കറിങ് ഷോ, അതായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമല്ലേ, ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം ഡെയിലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയിലൊരു 4-5 വീഡിയോ മാക്സിമം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ എപ്പോഴും എൻഗേജ്ഡ് ആയി നിൽക്കും. അപ്പം എന്നിപ്പം നമുക്കൊരു സ്ഥിരം പ്രേക്ഷകരുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 3 വർഷം കൊണ്ട് എനിക്ക് പറ്റാതെ പോയൊരു കാര്യമാണ് അതൊരു സ്ഥിരം പ്രേക്ഷകർ എൻ്റെ കയ്യിൽ കൊണ്ടുകൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ചാനൽ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള യാത്രകൾ, ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് വലിയ ഏകദേശം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം 1 മാസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ കശ്മീരിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു കശ്മീർ യാത്ര എൻ്റെ ബൈക്കും കൊണ്ട് പോകാനുള്ള പ്ലാനാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ നാളെ പറഞ്ഞ കൊടൈക്കനാലിൽ ഒരു കറങ്ങി തിരിച്ചു വരുന്ന പ്ലാന്. അത് കഴിഞ്ഞിട്ട് ചെറിയ പുതിയ വീഡിയോ. കൊടൈക്കനാലൊക്കെ ആൾക്കാർ കണ്ടിട്ടില്ല എന്നല്ല, ഇഷ്ടംപോലെ ആൾക്കാർ കണ്ട സ്ഥലമായിരിക്കും കൊടൈക്കനാൽ. പക്ഷേ നമ്മളെ ചാനലിലൂടെ വീഡിയോ ഇടുക. അതുപോലെ തന്നെ ഒരു ബാംഗ്ലൂർ, എല്ലാ സ്ഥലങ്ങളും, അതായത് നമ്മൾ ഓരോരോ ഘട്ടങ്ങളായിട്ട് ഡെയിലി എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് വീഡിയോസ് ഇട്ടുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വരുമാനം വരും. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുക എന്നൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നാളെ മുതൽ നമുക്ക് കൊടൈക്കനാൽ വീഡിയോസ് കാണാം. കൊടൈക്കനാൽ ഉണ്ടാവും. കൊടൈക്കനാലിൽ ആരും പോകാത്ത ഏതെങ്കിലുമൊക്കെ, ഞാനും പോയിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഉള്ളേരിയകളുള്ള വില്ലേജും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ വീഡിയോസിൽ കാണുക. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ പുതിയ ട്രാവലിംഗ് വീഡിയോസ്. എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഞാനിതേമാതിരി തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റാണ്ട് കുറേ കാലം നിന്നിട്ട് എൻ്റെ ഒരു ആഗ്രഹം ചെയ്തിരുന്നു ട്രാവൽ ചെയ്യണം എന്നുള്ളത്. ചെയ്യാൻ പറ്റാണ്ട് നിന്നിട്ടുണ്ട് കുറേ കാലം. എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചാനലിട്ടുള്ളൂ. എല്ലാ പഴയ വീഡിയോസൊക്കെ പോയി കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ സൗദിയിലായിരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ സെക്കൻഡ് പേയ്മെൻറ്റ് കിട്ടിയപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, എൻ്റെ വരുമാനം എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പേയ്മെൻറ്റിൻ്റെ പകുതി ഞാൻ ട്രാവൽ ചെയ്യാൻ, അതായത് അടുത്ത ദിവസങ്ങളിലേക്കുള്ള ട്രാവലിലേക്ക് മാറ്റി വെച്ച് ബാക്കി ഞാൻ എൻ്റെ വീട്ടിൽ, അതായത് ഇന്ന് ഞങ്ങൾ പുറത്ത് പാർട്ടി നല്ല പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക, അവർക്ക് വേണ്ട ആ ഒരു സംഭവമാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ആദ്യത്തെ വരുമാനം കൊണ്ട് അക്കൗണ്ടിൽ കയറി അത് വേറെ വഴിക്ക് അങ്ങനെ പോയി. രണ്ടാമത്തെ പേയ്മെൻറ്റാണ്. ഈ രണ്ടാമത്തെ പേയ്മെൻറ്റ് വരുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ പേയ്മെൻറ്റിൽ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു വീട്ടുകാർക്ക് വേണ്ടി ചിലവ് ചെയ്യാം. കാരണം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്, പക്ഷെ നടന്നില്ല കാരണം ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് വരുമാനത്തിനെ കുറിച്ച് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസുള്ള ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ചാനലിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം, അതായത് 10 പൈസ ഇൻവെസ്റ്റ് ഇല്ലാതെ, ഇൻവെസ്റ്റ് മീൻസ് ക്യാഷ് ആയിട്ട് കൊടുക്കാതെ. ഇപ്പോൾ ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയിരിക്കും കേട്ടോ. കാരണം ഒരു സ്ഥലത്ത് നിന്ന് സ്ഥലത്ത് അവിടെ താമസം കാര്യങ്ങൾ, ഹിച്ച് ഹൈക്ക് ചെയ്യുന്ന സീറോ ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടി എന്താ പറയുക സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ആ ഒരു പ്രശ്നം അവർക്കുള്ളൂ.
ഇനി അതല്ല ബൈക്ക് എടുത്ത് പോവുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക ബസ്സിലോ കാറിലോ അങ്ങനെ പോവുകയാണെങ്കിൽ ആ ഒരു എക്സ്പെൻസ് വരും. പക്ഷേ നല്ല വീഡിയോ, നല്ലൊരു ഔട്ട്പുട്ട് നമ്മൾ ചാനലിലൂടെ ആൾക്കാർക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും വരുമാനം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാം. മറ്റു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവുക എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പണിയുള്ള പരിപാടിയാണ്. പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി ആയി കിട്ടുന്നില്ല. പക്ഷെ അതിന് ശേഷം ചിലവർ മോണിറ്റൈസേഷൻ ആവുന്നവരെ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുക്കും. എങ്ങനെയെങ്കിലുമൊക്കെ പുതിയ വീഡിയോസും ഷെയർ ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ട് കാണിപ്പിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും. ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ നിൽക്കും. ആ ഒരു കാറ്റഗറി പെട്ട ഒരാളായിരുന്നു ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ മോണിറ്റൈസേഷൻ ആവുന്നവരെ എല്ലാവരെ കൊണ്ടും കാണിപ്പിക്കും, പറയും, ചെയ്യുകയൊക്കെ ചെയ്യും. ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ആ മൈൻഡ് ചെയ്യാത്തതിനെ കൊണ്ടാണ് എനിക്ക് ഈ ഒരു ചെറിയൊരു ഇതിൽ എന്താ പറയുക ഒതുങ്ങി പോകേണ്ടി വന്നത്. ശരിക്കും ഇങ്ങനെയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാവുമായിരുന്നു. അതായത് കണ്ടിന്യൂസ് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഏണിങ്സ് വന്ന് തുടങ്ങിയാണ് ചാനൽ. അത് ചെയ്യാത്തതാണ് ഇപ്പം മണ്ടത്തരം പറ്റി പോയിട്ടുള്ളത്. ഏണിങ്സ് കിട്ടുന്ന കാര്യം വരെ, അതായത് യൂട്യൂബിൽ നമ്മൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷനുള്ള ക്രൈറ്റീരിയ ഓപ്പൺ ആയി കിട്ടി. മോണിറ്റൈസേഷൻ നമ്മുടെ ചാനലായി കിട്ടി. അതിനുശേഷം നമുക്ക് ആഡ്സെൻസ്, അതായത് നമ്മൾ യൂട്യൂബിലുള്ള വരുമാനം എല്ലാ ദിവസവും യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വരുമാനം മാസത്തിൽ ഒരു തവണയാണ് നമ്മൾ ആഡ്സെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസ്, ആ ആഡ്സെൻസ് വഴിയാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. അപ്പോൾ ഈ യൂട്യൂബിൽ നിന്നുള്ള പൈസ ഏകദേശം ഒരു മാസത്തെ പൈസ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ ആഡ്സെൻസിലേക്ക് മൂവ് ആവും. യൂട്യൂബിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. മാസത്തിൽ ഒരു വട്ടം ആഡ്സെൻസിലേക്ക് പോകും. ഈ ആഡ്സെൻസിൽ വരുന്ന പൈസ മാസത്തിൽ എന്നാണ് $100 ആവുന്നത്. ചിലപ്പം ചിലവർക്ക് മാസം $1000 കിട്ടുന്ന ആൾക്കാരുണ്ടാവും. എല്ലാ മാസവും $1000 കിട്ടുന്നത്. $1000 ആകുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. $100 ആണെങ്കിൽ എന്നാണ് മിനിമം $100 ആണ് നമ്മളെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ വേണ്ടത്. അപ്പം ആ $100 ഇപ്പം ആയി കിട്ടിയതിന് ശേഷമാണ് എനിക്ക് സെക്കൻഡ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബിൻ്റെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായിട്ടുള്ള സംഭവമല്ല. ചിലവർ ഇതിനെ ഒരുപാട് കുറ്റപ്പെടുത്തും. അവനെന്തിനായി വെറുതെ എന്താ പറയുക വീഡിയോ എടുത്ത് നടക്കുന്നതല്ല. നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുക. ചിലപ്പം എന്താ പറയുക ബാക്കിയുള്ള ഇപ്പം മെയിൻ യൂട്യൂബേഴ്സിനൊക്കെ നോക്കിയാൽ മതി, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാറിയിട്ടുണ്ടെന്നുള്ളത്. ഒന്നുമില്ല, ഒരുപാട് കഷ്ടപ്പെട്ട് അവരതിനനുസരിച്ചുള്ള സ്ട്രഗിൾ ചെയ്തതിനെ കൊണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് വെറുതെ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് എന്നാൽ നിനക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് അല്ല 1,00,000 സബ്സ്ക്രൈബേഴ്സ് തന്നെ ആരും തന്നില്ല. അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങളുള്ളത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മുതൽ കൊടൈക്കനാൽ വീഡിയോസ്, നാളെ മുതൽ എന്ന് പറയാനല്ല, നാളെ 2-3 ഒരു തിങ്കൾ ചൊവ്വ ബുധൻ 4 ദിവസത്തേക്കാണ് പോകുന്നത്. അപ്പം നാളെ മുതൽ എല്ലാ ദിവസങ്ങളും വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കും. അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.